ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ധർമ്മരഹസ്യം വളരെ സൂക്ഷ്മമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ധർമ്മം അധർമ്മമാകാനും അധർമ്മം ധർമ്മമാകാനും നേരിയ ഒരു നേർരേഖ മതി. അല്പം പിശക് വന്നാൽ ധർമ്മം അധർമ്മമായി മാറാം. അതിനാൽ ശ്രദ്ധയോടുകൂടി വേണം ധർമാനുഷ്ഠാനം അനുഷ്ഠിക്കാൻ. അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീർന്നു എന്നല്ല യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊന്നതും ആരറിയുന്നു. അന്യൻ്റെ സ്വത്തിന്മേൽ അല്പം ആശ, മറ്റുള്ളവരുടെ സാധനത്തിൽ ഒരു ചെറിയ ആശ വന്നാൽ മതി, അത് കട്ട തുല്യമാണ് എന്നാണ്. അത് വല്ലാത്തൊരു കടുപ്പമായി നമുക്ക് തോന്നില്ലേ? അപ്പം അത്ര പോലും നാം കൈകൊണ്ടെടുക്കുന്ന അതേ ഫലം തന്നെയാണ് അതെടുക്കണമെന്ന് തോന്നുന്നതും. എന്നാൽ ഈ ചെയ്യുന്നതിനേക്കാൾ ശക്തിയാണ് മനസ്സുകൊണ്ട് ചെയ്യുന്നത്. നന്മയും അപ്രകാരം തന്നെ. അന്നദാനം ചെയ്യുന്നു, നമുക്ക് അന്നദാനം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലെന്നിരിക്കെ അന്നദാനം ചെയ്യാൻ ആഗ്രഹവുമുണ്ട് എങ്കിൽ നാം അന്നം കൊടുക്കുന്നതായി ഭാവിച്ചാൽ അത് അന്നം ചെയ്തതിന് തുല്യമാണ്. അന്നദാനം ചെയ്തതിന് തുല്യമാണ്. ശരീരം കൃതം ന കൃതം, ശരീരം കൊണ്ട് ചെയ്തതല്ല ചെയ്യുന്നത്, മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ളത്. അതിനാൽ നാം നമ്മുടെ മനസ്സിനെയാണ് ആദ്യം ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമാക്കേണ്ടത്. അപ്പോൾ ശരീരം സ്വാഭാവേന ധർമ്മനിഷ്ഠ അനുഷ്ഠിക്കും. മനസ്സിനേക്കാൾ കൂടുതൽ ശക്തിമത്താണ് ബോധതലത്തിലേക്ക്. ബോധതലത്തിൽ ധർമ്മനിഷ്ഠ വന്നാൽ മാത്രമേ മനോതലത്തിലേക്ക് അത് ആണ്ടിറങ്ങുകയുള്ളൂ. അതിനാൽ ഉറച്ച തീരുമാനം വേണം, ഞാൻ ധർമ്മം മാത്രമേ അനുഷ്ഠിക്കൂ. ധർമ്മത്തിന് വിരുദ്ധമായ അധർമ്മം ചെയ്യുകയില്ല എന്ന് ബുദ്ധി കൊണ്ട് നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യണം. എങ്കിൽ മാത്രമേ മനോതലത്തിൽ അത് ചിന്താരൂപത്തിൽ പ്രകടമാവുകയുള്ളൂ. അതുതന്നെയാണ് പിന്നീട് പ്രവൃത്തി രൂപത്തിൽ വരുന്നതും. നാം പ്രവൃത്തി രൂപത്തിലൊന്ന് ചെയ്തു, മനോതലത്തിൽ അത് നിഷിദ്ധമായ വിധത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഈ ശരീരം കൊണ്ട് ചെയ്തത് കൊണ്ടൊരു പ്രയോജനവുമില്ല. അതിനാൽ നമ്മൾ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് ആ കൊടുക്കാനുള്ള മനോഭാവമുണ്ടെങ്കിൽ അതേറ്റവും മഹത്തരമാണ്. അതാണിവിടെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മതലത്തെക്കുറിച്ച് പറയുന്നതാണിത്. അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീരും എന്നല്ല യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊന്നതും ആരറിയുന്നു. മഹാത്മാക്കൾ പറയപ്പെട്ട അവരുടെ അനുഭവതലത്തിലുള്ള വാക്കുകളെയാണ് ശാസ്ത്രങ്ങളായി നമ്മൾ മാനിക്കുന്നത്. അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ് വേദങ്ങൾ. വേദം എന്നാൽ അറിവ്. വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം വന്നിരിക്കുന്നത്. വിദ് എന്നാൽ അറിവ് എന്നാണ് അർത്ഥം, ജ്ഞാനം. ആ അറിവിൽ നിന്നാണ് വേദം ഉണ്ടായത്. അത് അവരുടെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ചു. എത്ര എത്ര മരുന്നുകൾ, മൃതസഞ്ജീവനി പോലെയുള്ള മരുന്നുകൾ
ഉണ്ട്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന മരുന്നുണ്ട്. മൃതസഞ്ജീവനി കൊണ്ടുവന്ന് രാവണൻ ഇന്ദ്രജിത്ത് വാനരന്മാരെയും രാമലക്ഷ്മണാദികളെയും സംഹരിച്ചപ്പോൾ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്ന് അത് വാസനിച്ചതേ ഉള്ളൂ. മരിച്ചു കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റു. അതുപോലെയുള്ള ഔഷധ സസ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അതാർക്കും അറിഞ്ഞുകൂടാ. പണ്ടുള്ളവർ അത് അറിഞ്ഞിരുന്നു, അത് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്നുള്ള ഒരാൾക്കും അതവർ പറഞ്ഞു കൊടുത്തില്ല. അതാണ് കാലക്രമേണ അതിൻ്റെ ശക്തിയും കുറഞ്ഞു വരുന്നു. അതിന് കാരണം മനുഷ്യ മനസ്സിലെ ധർമ്മച്യുതിയാണ്. ധർമ്മം ക്ഷയിച്ച് വരുമ്പോൾ ഔഷധത്തിൻ്റെ ശക്തിയും ക്ഷയിച്ചു വരുന്നു. എന്നാൽ ധർമ്മനിഷ്ഠ ശക്തിമത്താകുമ്പോൾ ഔഷധത്തിൻ്റെയും ശക്തി കൂടി വരും. നമ്മുടെ വിചാരമാണ് സർവത്ര നിറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ ഒരിക്കൽ കൂടി നമുക്ക് മനനം ചെയ്യാം. അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാലതു കട്ട കുറ്റമായി തീർന്നു എന്നല്ല യോഗശാസ്ത്രത്തിൽ മഹാധന്യന്മാർ ചൊല്ലതും ആരറിയുന്നു. ഹരേ